ഇതിപ്പോ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ച എങ്ങനെയാ നോക്കാമേ. സുരേഷ് ഗോപി MLA ആയത് മുന്നേ 2 വട്ടം തോറ്റതായിരുന്നു കേട്ടോ. അപ്പൊ അതെന്നെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു പുള്ളിയുണ്ട്, ഇപ്പൊ കാണിച്ചുതരാം, ഒരു സാമ്യമുണ്ട്. പുള്ളി വിചാരിച്ചിട്ടാണ് സുരേഷ് ഗോപി 3ാമത് ഇലക്ഷന് ജയിച്ചത്. പുള്ളിയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെന്നാണ് പുള്ളിയുടെ വാദം. അപ്പൊ അതെന്നാന്ന് കണ്ടു നോക്കിക്കേ. പുള്ളിയാട്ടോ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത്. സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ് തൃശ്ശൂര്. കാരണം സുരേഷ് ഗോപി 2 പ്രാവശ്യം തോറ്റ് 2 പ്രാവശ്യം താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ താമര വിരി എന്ന് പറഞ്ഞത്. കാരണം സുരേഷ് ഗോപിയുടെ മനസ്സ് മനസ്സിലാക്കിയതിന്റെ ശേഷം, പഠിച്ചതിന്റെ ശേഷം നല്ലവനാണോ പൊട്ടവനാണോ എന്ന് അറിയാൻ വേണ്ടി, അതിനുവേണ്ടി വിളക്ക് വെച്ച് നേരെ സത്യമായിട്ട് തോന്നിയ കാരണം ജയിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ തോറ്റുപോയിരുന്നോ? തീർച്ചയായിട്ടും തൃശ്ശൂർ ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ഒന്നും പറയണ്ടല്ലോ, അത്രത്തോളം അമാനുഷിക കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. ഞാൻ കൈന്നിട്ട് പറയുന്നതല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമല്ലേ? തീർച്ചയായിട്ടും ഒറിജിനൽ. കാരണം ശംഖ് ചക്ര താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറച്ചിൽ മാത്രമുള്ളത്, അനുഭവത്തിലൂടെ കൈ വെറുതെ വരയ്ക്കാണ്. അത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. തൊട്ടോളൂ, ഒരു പ്രശ്നമില്ല. എന്റെ കൈയോട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് അപാര വിറപ്പാണ്. സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ്. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്ന് ഞാൻ ഇത്ര സെറ്റ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് നാളെ ആവാം. പിന്നെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ഉപകാരപ്പെടുന്ന വീഡിയോസ് ഷെയർ ചെയ്യുക, എന്റർടൈൻമെന്റ് വീഡിയോസ് ഷെയർ ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക്